can avoid accidents with electrical appliances when we do not touch them with wet hands. Switch off the heater or electric stove before we touch. Okay. We can avoid accidents with the electrical appliances when we do not touch them with wet hands. Switch off the heater or electric stove before we touch them. 2 points Sridev പറഞ്ഞിട്ടുണ്ട്. Then next Sarah, another point. How can we avoid accidents എന്ന് ചോദിച്ചാൽ we can avoid accidents when we എന്ന് ഒരു സെന്റൻസ് ആയിട്ട് തന്നെ തുടങ്ങുക കേട്ടോ. We can avoid accidents. ഓക്കെ, ഏതൊക്കെയാണ് മോളെ സേറ? 2 പോയിന്റ്സ് ശ്രീദേവ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡു നോട്ട് ടച്ച് ദം വിത്ത് വെറ്റ് ഹാൻഡ്സ് ആൻഡ് സ്വിച്ച് ഓഫ് ദ ഹീറ്റർ ഓർ ഇലക്ട്രിക് സ്റ്റവ് വെൻ നോട്ട് ഇൻ യൂസ് ആൻഡ് ബിഫോർ വി ടച്ച് ദം. Then unmute ചെയ്തേ സേറ. പഠിച്ചിട്ടില്ലേ സേറ? അൽന, what happened മോളെ? കേൾക്കാൻ പറ്റുന്നില്ലേ? പഠിച്ചില്ലേ സേറ? No. Why? ഷെഫി ഒന്ന് പറഞ്ഞു മോളെ. How can we avoid accidents with electrical appliances? Do not touch electrical wire. Okay. ദേവാഞ്ജന, പറഞ്ഞു മോളെ. How can we avoid accidents with electrical equipments? Unmute ചെയ്തേ. Close your textbook and notebook. എല്ലാവരും close your textbook and notebook. രണ്ടും ടെക്സ്റ്റും നോട്ടും. ഓക്കെ അല്ല. ദേവാഞ്ജന അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ മോളെ. How can we avoid accidents with the electrical equipments? We can avoid accidents with electrical appliances. Appliances. We do not touch them with wet hands. Switch off the heater or electric stove before we touch them, and use them carefully and according to the according to the Where is your notebook, Devanjana? Where is your notebook? നോട്ട്ബുക്ക് എവിടെയാണ്?
അത് ക്ലോസ് ചെയ്താ ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ വെച്ചേ. ഓക്കെ, ദെൻ ഒന്നുകൂടെ പറഞ്ഞ മോളെ, ഹൗ ക്യാൻ വി അവോയ്ഡ് ആക്സിഡൻസ് വിത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്? We can avoid with electrical. ഇപ്പൊ മോൾ 1-2 പോയിന്റ് പറഞ്ഞു അല്ലേ? ആ രണ്ട് പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞാൽ മതി. ഇപ്പൊ 1-2 പോയിന്റ് പറഞ്ഞല്ലോ. Do not switch on wet. Do not switch wet hands for electric equipments. സൂര്യദേവ് അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്തേ സൂര്യദേവ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ്? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ടെക്സ്റ്റ് നോട്ടും ഇവിടെ, ടെക്സ്റ്റ് നോട്ടും ഇത് രണ്ടും ക്ലോസ് ചെയ്ത് മുമ്പിൽ വെച്ചേ, അവിടെ വെച്ചു. ദെൻ പറഞ്ഞോളൂ ആൻസർ. വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എന്താണ്? ഹൗ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? പറയൂ സൂര്യദേവ്. പഠിച്ചിട്ടുണ്ടോ? സൂര്യദേവ്, സൂര്യദേവിന്റെ റേഞ്ച് പോയി എന്ന് തോന്നുന്നു. എബിൻ, എബിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, എബിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. എബിൻ എബിൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് ഫസ്റ്റ് എയ്ഡ്? എന്തുകൊണ്ടാണ് ഫസ്റ്റ് എയ്ഡ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? അൺമ്യൂട്ട് ചെയ്യൂ. എന്താണ് ഈ അൺമ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും അത് മ്യൂട്ട് ചെയ്യേണ്ടത്? പറയൂ മോനെ, വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എബിൻ പെട്ടെന്ന് പറയൂ എബിൻ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും റേഞ്ച് പോകുന്നു, നെറ്റ് ഓഫ് ചെയ്യുന്നു അല്ലേ? എന്തൊക്കെയാണ്? എബിൻ, ഓക്കെ, എബിൻ പറയൂ, വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്?
എന്താണ് ഫസ്റ്റ് എയ്ഡ്, എന്തുകൊണ്ടാണ് ഫസ്റ്റ് എയ്ഡ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ദെൻ അത് മലയാളത്തിലും റിപ്പീറ്റ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് പറയാം. എബിൻ, where is your notebook and textbook? ഓക്കെ, അവിടെ വെക്കൂ, ആ ടേബിളിൽ വെച്ചോളൂ മുമ്പിൽ. എബിന്റെ മുമ്പിൽ തന്നെ വെച്ചോളൂ അത്. ആ ഓക്കെ, നോട്ട്ബുക്ക് എവിടെയാണ്? ഓക്കെ ഓക്കെ, പറയൂ. വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു English. Ebin, say it in English. First aid is a injured person Ebin, unmute ചെയ്തേ. ഓക്കെ, പറഞ്ഞോളൂ. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോ ഇല്ലയോ എബിൻ? യെസ് ഓർ നോ? എന്തെങ്കിലും ഒരു ആൻസർ പറയൂ. യെസ് ഓർ നോ? നോ. വൈ? ഇതാണോ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരോടും പറഞ്ഞത്? ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വായിച്ചു നോക്കിയിട്ട് മാത്രമേ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ, കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരാളും ചെയ്തിട്ടില്ല. ആരോൺ, അൺമ്യൂട്ട് ചെയ്തേ ആരോൺ. Okay, wait there. How can we avoid slipping on the floor? How can we avoid slipping on the floor? We can avoid slipping on the floor. Where's your textbook and notebook? എന്താണ്? Okay, tell me the answer. How can we avoid slipping on the floor? Close your notebook. Close textbook and notebook അവിടെ വെക്കുക, അതിന്റെ പുറത്തെ കൈയും വെക്കുക, എന്നിട്ട് ആൻസർ പറയാ. Okay. How can we avoid slipping on the floor? പിന്നെ എന്തിനാണ് കൈ ഉയർത്തിയത് ആരോൺ? ആരോൺ ഇപ്പൊ എന്തിനാ കൈ ഉയർത്തിയത്? ചോദിച്ചു വാങ്ങിയതല്ലേ ഇത്? പഠിച്ചിട്ടില്ല എങ്കിൽ എന്തിന് കൈ ഉയർത്തി കാണിച്ചു? വേറെ ഒരാളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടിട്ട് അത് ആ ടൈമിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറയാൻ ആർക്കും പറ്റും അല്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ പറയണമായിരുന്നു. എല്ലാവരോടും കൂടിയാ പറയുന്നത്, ഒരാളോടല്ല. ആരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പഠിച്ചിട്ടില്ല എന്ന് പറയാ, അല്ലാതെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നെറ്റ് ഓഫ് ആക്കി പോവോ നോട്ട്ബുക്ക് തുറന്നു വെച്ചിട്ട് അതുപോലെ വായിക്കോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതാണോ ഞാൻ എക്സാം ഇടേണ്ടത്? ഇതാണോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എക്സാം ഇട്ടിട്ട് ഈ ഒരു 40 മിനിറ്റ് കളയേണ്ടത്? ഇതിനു വേണ്ടിയാണോ? അൽന, അൺമ്യൂട്ട് ചെയ്തേ അൽന.
Alna, what safety rules should you follow on the road? റോഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? What safety rules should you follow on the road? ഏതെങ്കിലും 1-2 പോയിന്റ്സ് പറഞ്ഞാൽ മതി. നമ്മൾ റോഡിൽ ഫോളോ ചെയ്യുന്ന സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഏതൊക്കെയാണ് അൽന? പഠിച്ചിട്ടുണ്ടോ? What are the safety rules we can follow on the road? നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ പറയാമോ മിസ്സേ? നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സേഫ്റ്റി റൂൾസ് ഷുഡ് യു ഫോളോ ഓൺ ദ റോഡ്? നോ, അറിയില്ല അല്ലേ? ഒരാളോട് ചോദിച്ച ക്വസ്റ്റ്യന് വേറെ ആരും കൈ ഉയർത്തേണ്ട കാര്യമില്ല. നിങ്ങളോട് ചോദിച്ചതിന്റെ ആൻസർ നിങ്ങൾ പറയാം. ഓക്കെ, നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ പറയാം. എന്താണ് മോളെ അൽന? മിസ്സേ, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. ആരെയും കാണാൻ പറ്റുന്നില്ല? വൈ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അതെന്തെങ്കിലും റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കാം മോളെ. നിഹാൽ, അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഗീവ് റീസൺസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണ് അതിന്റെ റീസൺസ് എഴുതുക എന്നുള്ളത്. നെവർ വെയർ സിന്തറ്റിക് ക്ലോത്ത്സ് വൈൽ വർക്കിംഗ് ഇൻ ദ കിച്ചൺ. വൈ? നെവർ വെയർ സിന്തറ്റിക് ക്ലോത്ത്സ് while working in the kitchen. Why? Give reasons for this statement. ഈ സ്റ്റേറ്റ്മെന്റിന് ഒരു റീസൺ പറയാം. അതായത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്. നിഹാൽ, where is your textbook and notebook? Close it. അവിടെ വെച്ച് ക്ലോസ് ചെയ്ത്. Okay, then never wear synthetic clothes while working in the kitchen. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സിന്തറ്റിക് ക്ലോത്ത്സ് ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അറിയില്ല. ക്രിസ്റ്റിസിൻഡോ? Never wear synthetic clothes while working in the kitchen. Why? Give reasons to this statement. അറിയാമോ? നോ, പഠിച്ചിട്ടില്ല. ആൻ റോസ്, അൺമ്യൂട്ട് ചെയ്ത മോളെ. ആനിന് റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു അല്ലേ? ആഗ്നസ്, അൺമ്യൂട്ട് ചെയ്തേ. Okay, what first aid can you give for insects bite? ഇൻസെക്റ്റുകളുടെ ബൈറ്റിന് അല്ലേ? ഇൻസെക്റ്റുകളുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ്. അറിയില്ല, പഠിച്ചിട്ടില്ല. നോട്ട് കംപ്ലീറ്റ് ആണോ? നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വൈ? കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ, അതായത് 1:45 ക്ലാസ് കഴിയും അല്ലേ?
1:45 കുറച്ച് മുമ്പേ തന്നെ ക്ലാസ് കഴിയും. 1:45 അകത്ത് മുഴുവൻ പേരും, ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഈ പോർഷന്റെ നോട്ട് എഴുതിയ പേജ് ഫോട്ടോ എടുത്ത് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. 1:30 ഇപ്പൊ 1:30 ആയിട്ടായി. ഏകദേശം 1:40 മുമ്പ് ക്ലാസ് ഏകദേശം കഴിയും. അപ്പൊ ഒരു 1:45 മുമ്പ് വരുന്ന അത് മാത്രമേ ഞാൻ എടുക്കൂ. 1:45 മുമ്പ് മുഴുവൻ പേരും എന്ത് ചെയ്യണം? ഈ പോർഷൻ നോട്ടിലേക്ക് എഴുതിയ ഗിവ് റീസൺസ് ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻ, ഇത്രയും നോട്ടിലേക്ക് എഴുതിയ ഭാഗം എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും, അല്ലാത്തവർ ഒരാളും അടുത്ത ക്ലാസ്സിൽ കയറണ്ട. നോട്ട് തന്നിട്ട് കുറേ ദിവസങ്ങളായി. ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല, ഒരു എക്സ്ക്യൂസും പറയണ്ട, ഒരാളും പറയണ്ട. നോട്ട് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്ത് തരണം. ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് നോട്ട് തന്ന്, നമ്മൾ രാവിലെ 7 മണിക്കാണ് ഓരോ ടീച്ചേഴ്സിൻ്റെ ചെയ്ത് തരണം. ഓക്കെ, അന്ന് നോട്ട്ബുക്ക് തരുമ്പോഴേ നോട്ട് ഗ്രൂപ്പിൽ അയച്ചു തരുമ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതണം. നാളെ ഒരു ദിവസം നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടാവുക എന്നുള്ളത് അല്ലേ. വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ ചെറുതാണ്, ആൻസറും ചെറുതാണ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് എഴുതാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് ഫാത്തിമ? ഒന്നുമില്ല മിസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്താണ്, നമ്മുടെ 1 മണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ 40 മിനിറ്റ് പോയി. നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ റെഡി ആയത്. ദെൻ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിലും എന്താണ് ഒരു 10 മിനിറ്റെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ നെക്സ്റ്റ് പോർഷൻ എടുക്കുള്ളൂ. അതുകൊണ്ട് നന്നായി പഠിച്ചിട്ട് വരിക. അതിൻ്റെ ഇടയിൽ നോട്ട് തുറന്നു വെക്കുക, ടെക്സ്റ്റ് തുറന്നു വെക്കുക, ആകാശത്ത് നോക്കിയിരിക്കുക, താഴോട്ട് നോക്കി പറയുക. ഇതൊന്നും വേണ്ട, നേരെ നോക്കിയിട്ട് പഠിച്ച കാര്യങ്ങൾ പറയാ. കേട്ടോ അശ്വിൻ പിന്നെ ആദ്യം തന്നെ കുറ്റസമ്മതം നടത്തി, ഞാൻ പഠിച്ചിട്ടില്ല മിസ്സേ എന്ന് പറഞ്ഞു.